കഠിനകുളം ആതിര കൊലക്കേസ് പ്രതി ഇന്നലെ പിടിയിലായിരുന്നു. ജോൺസൺ ഔസേപ്പ് എന്നാണ് പ്രതിയുടെ പേര്. ഇന്ന് പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇന്നലെ പിടികൂടുന്ന സമയത്ത് ജോൺസൺ ഔസേപ്പ് വിഷം കഴിച്ചിട്ടുണ്ട് എന്ന് പോലീസിനോട് പറയുന്നു. പിന്നാലെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്നു. അതൊക്കെ നമ്മൾ ഇന്നലെ കണ്ടതാണ്. ഇന്നലെ കേസ് അന്വേഷിക്കുന്ന കഠിനകുളം പോലീസ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം കോട്ടയത്ത് എത്തിയിട്ടുണ്ട്. ഡോക്ടർമാരുടെ അഭിപ്രായം കൂടി കണക്കിലെടുത്തായിരിക്കും അറസ്റ്റ്. എലിവിഷം കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച ജോൺസൺ ഔസേപ്പിനെ ഇന്നലെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. കോട്ടയം കുറിച്ചിയിൽ വെച്ച് ചിങ്ങവനം പോലീസാണ് പ്രതിയെ പിടികൂടിയത്. ജനുവരി 7 വരെ ഇയാൾ ഹോം നഴ്സായി ജോലി ചെയ്തിരുന്ന വീട്ടിലെത്തി മടങ്ങുമ്പോഴാണ് പോലീസ് നീക്കം. മാധ്യമങ്ങളിലൂടെ പ്രചരിച്ച പ്രതിയുടെ ചിത്രം കണ്ട് സംശയം തോന്നിയ വീട്ടുടമസ്ഥയുടെ മകളാണ് പഞ്ചായത്ത് മെമ്പറെ വിവരമറിയിച്ചത്. മെമ്പർ പോലീസിനെ വിളിച്ചു. ഉച്ചയോടെ വീട്ടിലെത്തി കപ്പ ബിരിയാണിയും കഴിച്ചാണ് ജോൺസൺ ബാഗുമായി പുറത്തേക്ക് പോയത്. ഇയാൾ തന്നെയാണ് താൻ വിഷം കഴിച്ച വിവരം പോലീസിനെ അറിയിച്ചത്. മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള ജോൺസന്റെ ആരോഗ്യനില കൂടി കണക്കിലെടുത്താകും അറസ്റ്റ്. ആശുപത്രിയിലെത്തി മജിസ്ട്രേറ്റ് ജോൺസന്റെ മൊഴി രേഖപ്പെടുത്തി. അറസ്റ്റ് ചെയ്താൽ ഇയാളെ കഠിനംകുളത്ത് എത്തിക്കും. തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണ സംഘം പിന്നീട് തീരുമാനിക്കും. ചൊവ്വാഴ്ചയാണ് ആതിരയെ ജോൺസൺ കൊലപ്പെടുത്തിയത്. ഇൻസ്റ്റഗ്രാം വഴി സൗഹൃദത്തിലായ ആതിര കൂടെ ജീവിക്കാൻ ഒപ്പം വരാത്തതാണ് കൊലപാതക കാരണം. 24 തിരുവനന്തപുരം. അപ്പോ അതാണ് എന്താണ് ഇനിയിപ്പോൾ പറയണം. ജോൺസൺ ഔസേപ്പ് പറയണം എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറയേണ്ടതുണ്ട്. ഇന്നലെ ഒരു ഏതാണ്ട് ധാരണ ആരോഗ്യാവസ്ഥയാണോ ഇയാളുടേതെന്ന്. പക്ഷെ എന്തായാലും ആ കുറ്റകൃത്യം വളരെ ക്രൂരമായിപ്പോയി. ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെടുന്നു, കൂടെ ജീവിക്കണമെന്ന നിർബന്ധം പിടിക്കുന്നു, അതിനുശേഷം അവരെ വീട്ടിലെത്തി കൊലപ്പെടുത്തുന്നു.